ഈ അടുത്ത കാലത്തായി പലയിടങ്ങളിൽ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂട്യൂബുകാർ തള്ളിക്കയറുന്നു എന്ന പരാതി വരികയാണ്. നിനക്കെന്ത് യോഗ്യതയുള്ളത്? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു, വേണ്ടാത്തിടത്ത് ക്യാമറയുമായി യൂട്യൂബുകാർ കടന്നു കയറുന്നു. അതെ അതെ, സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയാ ഖലീഫ ഇറങ്ങിപ്പോടാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ക്യാമറകളെ കല്യാണത്തിനും പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഒട്ടും മോശക്കാരനല്ലല്ലോ. അങ്ങനെ കേറിയ പ്രശ്നം. ഞാൻ ഹരീഷ് പേരടിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് കഴിക്കുന്ന എന്റെ ഒരു വയറ് സൈഡിൽ ഇരിക്കുന്നു, അതിനകത്ത് വലിയൊരു പൊക്കിളും ഇപ്പുറത്തിരിക്കുവോ വയറ്. റിസ്കി ഷോട്ടുകളാ. ഇതവൻ തന്നെയാ നീലക്കുയി. ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. അതെ ഞാനാണ്. എനിക്ക് അയാളോട് രണ്ട് വർത്താനം പറയണം. ഒന്ന്, ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി VD സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറഞ്ഞ ഓൺലൈൻ മീഡിയക്കാരനോടാണോ? ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു മിടുക്കൻ. മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറഞ്ഞ ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. തെളിവില്ലാതൊന്നും പറയരുത് കേട്ടോ. നോക്ക് ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. തൂക്കിയല്ലോ നാഥ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? വടി കൊടുത്ത് അടി പേടിക്കാതെ ശാന്ത. അതായത് ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു, മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഓരോ കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ അങ്ങനെ ഇരിക്കും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീംകുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, ഈ ഓൺലൈൻ മീഡിയക്കാർ ഇടിച്ചു കയറി ചെല്ലുന്നത് എത്ര ന്യൂസ് 24 ന്യൂസിൽ ഒരാളുടെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയോ? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. നീ എന്താടാ പറഞ്ഞത്? ഈ അടുത്ത കാലത്തായി പലയിടങ്ങളിൽ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂട്യൂബുകാർ തള്ളിക്കയറുന്നു എന്ന പരാതി വരികയാണ്. എന്തോ വല്ലതും പറഞ്ഞു. 24 ന്യൂസിൽ ഒരാളുടെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയോ? സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഇത് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയക്കാരൊന്നും ഒരു സാറ്റലൈറ്റും ചെയ്യുന്നുണ്ട്. ദിലീപേട്ടന്റെ വീട്ടിൽ ഡ്രോൺ പറത്തി അടുക്കള കൊണ്ട് വെച്ചവന്മാരുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. പിന്നെ ഈ നടിമാരുണ്ടല്ലോ, നടിമാര് പേഴ്സണലി ഈ പറയുന്ന പ്രമുഖ നടിമാര് ഓൺലൈൻ മീഡിയയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര മണിക്ക് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ വരും, 11:30 ലുലുമാളി വരും എന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കറിയാം. അങ്ങനെ പറയാറുണ്ട്. എനിക്കറിയാം, പറയാം. എത്ര പേരുണ്ട്? അല്ല സാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നേരത്തെ ഇത് മുൻകൂട്ടി അറിയാൻ ഓൺലൈൻ മീഡിയക്കാരെന്നെ കണിയന്മാരാണോ? എയർപോർട്ടിൽ ഇത്ര സമയം വരും, നിങ്ങൾ 10 മീഡിയ കാണണം, ഇത്ര രൂപ തരും. ഇത്ര രൂപ തരും. പിന്നെ എന്തോ എടുക്കണം ഓൺലൈൻ മീഡിയക്കാര്? എന്നിട്ട് വന്നു കഴിയുമ്പോൾ നടിമാരെല്ലാം പരിശുദ്ധ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഇവനാള് മിടുക്കനാ.